മത്തായിയുടെ സുവിശേഷം 11:28 കർത്താവ് പറഞ്ഞ് അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതിനുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഐ വിൽ ഗിവ് യു റെസ്റ്റ്. സോ ദ മെസ്സേജ് ഈസ് എ കംഫർട്ടർ. എന്നാൽ ഇപ്പോൾ മശീഹ ഭൂമിയിൽ തൻ്റെ വാസം കഴിഞ്ഞിട്ട് പോകാൻ ഒരുങ്ങുകയാണ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 14 വരിക. അതിനിടയ്ക്കത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കയറി പറയാം. ഞാൻ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് പെട്ടെന്ന് പോവുകയാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വിൻഡോസ് തുറന്നിരുന്നത് പോലെ നമ്മൾ കീപ് യുവർ ബൈബിൾ ഓപ്പൺ ഇൻ ഡിഫറെൻറ്റ് പാർട്സ്. ഓക്കെ, വായിക്കും. വിൻഡോസ് ഒന്നും ഷട്ട് ഡൗൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല. കീപ് ഇറ്റ് ദെയർ. ആൻഡ് ഫൈനലി എനി ടൈം നമ്മൾ പറയുമ്പോൾ ആ ഭാഗത്തേക്ക് വരണം. യോഹന്നാന്റെ സുവിശേഷം 14 നമ്മൾ കാണുന്നതെന്താണെന്നറിയാമോ? ഇത് വാസ്തവത്തിൽ കർത്താവിൻ്റെ ഒരു ഫെയർവെൽ സ്പീച്ച് എന്ന് പറയാം. 2 ഫെയർവെൽ സ്പീച്ച് കർത്താവ് പറയുന്നുണ്ട്. ഒന്നാമത് പറയുന്നത് തൻ്റെ പാഷന് മുമ്പായിട്ടാണ്. കർത്താവിൻ്റെ കഷ്ടപ്പാടുകൾക്ക് മുമ്പായിട്ട്, അല്ലെ കഷ്ടാനുഭവത്തിന് മുമ്പായിട്ട് പറയുന്നതാണ്. അതാണ് ഈ ഭാഗം. ഇനി രണ്ടാമത് പറയുന്നത് അവൻ്റെ അസെൻഷന് മുമ്പായിട്ട് ഒരു ഫെയർവെൽ സ്പീച്ചുകളുണ്ട്. അത് നമ്മൾ ആക്ട്സ് ചാപ്റ്റർ 1 അതുപോലെ തന്നെ 4 സുവിശേഷങ്ങളിലും അവസാന ഭാഗത്തും നമ്മൾ കാണുന്നത് അസെൻഷന്, കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പുള്ള എന്നാണ് ഫെയർവെൽ സ്പീച്ചാണ്. അപ്പോൾ ഇവിടെ ശിഷ്യന്മാരുടെ കാര്യത്തിൽ അവൻ ആകപ്പാടെ ഒരു ചെറിയ വിഷമമുണ്ട്. ഹി ഈസ് ആക്ച്വലി the disciples are really worried because കർത്താവ് വന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പോവുകയാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നാച്ചുറലി ഇവർ 3.5 വർഷം കൂടെ നടന്ന ആളുകൾക്ക് എന്താണ് ആകെ വിഷമിച്ചിരിക്കുകയാണ്. എല്ലാമായിരുന്നു അവരുടെ ഗുരു ഇപ്പോഴവരെ വിട്ടു പോവുകയാണെന്ന് പരസ്യമായിട്ട് പറയുകയാണ്. ഐ എം ഗോയിങ് എന്ന് ഇങ്ങനെ പറയാണ്. അപ്പോൾ ദാറ്റ് ഇസ് നോട്ട് ഒരു ചെറിയ കാര്യമൊന്നുമല്ല. എന്നാൽ 14 അധ്യായം തുടങ്ങുമ്പോൾ കർത്താവ് പറയാണ്, ഞാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ട്രസ്റ്റ് ഇൻ മീ ആൻഡ് ഓൾസോ ട്രസ്റ്റ് ഇൻ ഗാഡ് ആൻഡ് ഓൾസോ ഇൻ മീ. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം അങ്ങ് തകർന്നു പോകരുത്. അതിൻ്റെ ആവശ്യമില്ല. വായ് 16 വാക്യത്തിൽ പറയാണ്, ഐ വിൽ സെൻഡ് അനദർ കംഫർട്ടർ. ഞാൻ മറ്റൊരു കാര്യസ്ഥനെ അല്ലെങ്കിൽ മറ്റൊരു ആശ്വാസപ്രദനെ അയച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ, മശിഹയെക്കുറിച്ച് അവർക്കറിയാമായിരുന്നു എന്താണ്. ഹി ഈസ് എ കംഫർട്ടർ. മശിഹ യേശു ഒന്നാമത്തെ ആശ്വാസപ്രദനാണ്. അല്ലേ? യെരുശലേമിൽ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ ആശ്വാസത്തിന് വേണ്ടി വന്ന വ്യക്തിയാണ് മശിഹ. അതുകൊണ്ടാണ് ആ കാലയളവിലെ വിശുദ്ധന്മാരായ ആളുകൾ എല്ലാവരും എന്ത് നോക്കിയിരുന്നു? ആശ്വാസപ്രദനായ മശിഹയെ നോക്കിയിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഒന്നാമത്തെ ആശ്വാസപ്രദൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ രണ്ടാമത് മറ്റൊരു ആശ്വാസപ്രദനെ അവർക്ക് ആവശ്യമായി വരുന്നല്ല, കർത്താവ് അത് ഓഫർ ചെയ്യുകയാണ്. കർത്താവ് അതിന്റെ 14 അധ്യായത്തിൽ 18 വാക്യത്തിൽ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. നിങ്ങൾ ആശ്വാസമില്ലാത്തവരായിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഐ നോ യു ആർ സം കൈൻഡ് ഓഫ് ഡിസ്കംഫർട്ട് ബിക്കോസ് ഐ എം ലീവിങ്, ബട്ട് ഡു നോട്ട് ലൂസ് യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയം തകർന്നു പോകരുത്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. യു വിൽ ഹാവ് അനദർ കംഫർട്ടർ. എന്നുള്ള വാക്കാ ഉപയോഗിക്കുന്നത്, അല്ലേ? ഞാൻ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. അനദർ കംഫർട്ടർ. വാട്ട് ഡസ് ഇറ്റ് മീൻ? കർത്താവ് ആദ്യത്തെ ആശ്വാസപ്രദനാണെന്നുള്ളതിന്റെ കൃത്യമായ അടയാളമാണ് അവിടെ കാണുന്നത്. അവൻ ആദ്യത്തെ ആശ്വാസപ്രദനാണ്. യു വിൽ ഹാവ് അനദർ കംഫർട്ടർ, ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്. സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് ഞാൻ അയച്ചു തരും. ഇതാണ് വാസ്തവത്തിൽ കർത്താവ് നൽകുന്ന ഏറ്റവും വലിയ പ്രോമിസ്. കാര്യം കർത്താവ് പോകുന്ന സമയത്ത് കർത്താവ് പറയാണ്, ഞാൻ പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ദോഷം ഉണ്ടാകാത്ത രീതിയിൽ ഞാൻ കാര്യങ്ങൾ ചെയ്തിട്ടാണ് പോകുന്നത്. ഇല്ലേ? ഓൾമോസ്റ്റ് 8,000 പ്രോമിസസ് ബൈബിളിലുണ്ട്. ഏകദേശം 8,000 പ്രോമിസസ് ബൈബിളിലുണ്ട്. പക്ഷെ ഇത്രയും കൃത്യമായ ഒരു പ്രോമിസ് എന്ന് തന്നെയല്ല. പല സ്ഥലങ്ങളിലും കർത്താവ് ദ പ്രോമിസ് എന്ന് പറയുന്നത് തന്നെ എന്തിനെ കുറിച്ചാണ്? പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഈ പ്രോമിസ് പറയുമ്പോൾ കർത്താവ് അതിന്റെ യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം അതിന്റെ 7 വാക്യത്തിൽ കർത്താവ് പറയുന്നത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഇത് കേൾക്കുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് തന്നെ ഒരു സങ്കടം വരും, അല്ലേ? കർത്താവ് പോകുന്നത് എങ്ങനെയാണ് പ്രയോജനം ഉണ്ടാകുന്നത്? കർത്താവ് പറയുന്നത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. അപ്പോൾ ജീസസ് ഗോസ് ആൻഡ് ദ സ്പിരിറ്റ് കംസ്. കർത്താവ് പറയുന്നതിന്റെ ആ ലളിതമായിട്ട് വായിച്ചാൽ ഏകദേശം ഇതുപോലാണ്. ഒരു സത്യം ഞാൻ പറയാം. കർത്താവ് പറയാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ നിങ്ങളെ വിട്ടുപോകുന്നത് നിങ്ങളോട് വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല. ഞാൻ പറഞ്ഞ കർത്താവ് നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന കാര്യം എനിക്ക് തോന്നുന്നത്, ഇത് കർത്താവ് സംസാരിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും സംസാരിക്കും, എഴുതുമ്പോൾ ഇങ്ങനെയൊക്കെയല്ല എഴുതത്തുള്ളൂ. മേ ബി ഐ തിങ്ക് ഗോഡ് വാസ് സ്പീക്കിംഗ് വെരി അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലല്ലേ അവരോട് പറയുന്നത്. ഞാൻ ഒരു സത്യം നിങ്ങൾ പറയാം, നിങ്ങൾക്ക് ഈ പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പോകുന്നത് പ്രയോജനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാകും എന്നെനിക്കറിയാം. പക്ഷേ ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഇങ്ങനെ ജഡത്തിൽ വസിക്കുക എന്ന് പറയുന്നതല്ല ദൈവോദ്ദേശം. ഞാനിവിടെ വന്നതിന് എന്തിനു വേണ്ടിയാണ്? ഞാൻ ക്രൂശിക്കപ്പെടുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ക്രൂശിക്കപ്പെട്ടില്ലെങ്കിൽ, ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ, സ്വർഗത്തിലേക്ക് കരയേറിപ്പോയില്ലെങ്കിൽ, എനിക്ക് എൻ്റെ മരണത്താൽ, കർത്താവിൻ്റെ മരണം കൊണ്ട് എന്താണ് സാധിക്കുന്നത്? മനുഷ്യവർഗത്തിൻ്റെ
പാപമോചനമാണ്, നീതീകരണത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഹി ഈസ് പേയിങ് എ കോസ്റ്റ് ആൻഡ് ഹി ഈസ് പേയിങ് ദ പ്രൈസ് ഓഫ് റിഡംഷൻ. വീണ്ടെടുപ്പിന്റെ വില കർത്താവ് കൊടുക്കുകയാണ്. കർത്താവ് പറയുന്നത് ഈ നീതീകരണത്തെ പിതാവിന്റെ അടുക്കൽ ചെന്നൊന്ന് വരവ് വെക്കണം എനിക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ കാര്യം, ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പകരമായിട്ട് ഞാൻ മരിക്കുകയാണ്, ക്രൂശിക്കപ്പെടുകയാണ്. അപ്പോൾ എനിക്ക് ഐ ഹാവ് ടു ലീവ് ദിസ് പ്ലേസ്. അതിനു മുമ്പ് ഞാൻ ക്രൂശിക്കപ്പെടണം, ഉയർത്തെഴുന്നേൽക്കണം, ഞാൻ സ്വർഗത്തിലേക്ക് കരയേറി പോകണം. എന്നാൽ ഞാൻ പോകുന്നത് നിങ്ങൾക്കൊരു ദോഷമായിട്ട് വരത്തില്ല. ഞാൻ ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ശരീര രൂപത്തിൽ കാണത്തില്ല, എന്നാൽ ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയല്ല, ഞാൻ സത്യത്തിൻ്റെ ആത്മാവിനെ അയക്കാം. അത് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്രദമായിരിക്കും. ഞാൻ ദേഹരൂപത്തിൽ വസിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രയോജനപ്രദമായിരിക്കും എന്നാണ് കർത്താവ് പറയുന്നത്. ഞാൻ ദേഹരൂപത്തിൽ വസിക്കേണ്ടത് ആവശ്യമായിരുന്നു. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഞാൻ ക്രൂശിൽ മരിക്കേണ്ടതിന് ഞാൻ ജഡത്തിൽ ജീവിക്കേണ്ടത് ആവശ്യമായിരുന്നു. യേശു കർത്താവ് ജഡരൂപം എടുത്തിട്ടില്ലെങ്കിൽ, യു അണ്ടർസ്റ്റാൻഡ്, വചനം ജഡമായി തീർന്നിരുന്നില്ലെങ്കിൽ നമ്മുടെ രക്ഷ നടക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് യേശു കർത്താവ് ജഡരൂപം സ്വീകരിക്കുക എന്നുള്ളത്, ശരീരം സ്വീകരിക്കുക എന്നുള്ളത്, ഇറ്റ് വാസ് എസെൻഷ്യൽ. ആൻഡ് ജീസസ് സേസ്, ഞാൻ എന്തിനു വേണ്ടി ജഡരൂപം എടുത്തോ അതിപ്പോൾ നിർവഹിക്കാൻ പോവുകയാണ്. എന്താ? ഐ എം ഗോയിങ് ടു ഡൈ ഫോർ യുവർ സിൻ. നിങ്ങളുടെ പാപങ്ങൾക്ക് പകരമായിട്ട് ഞാൻ മരിക്കുകയാണ്. ഇനിയിപ്പോൾ ശരീരരൂപത്തിൽ ഇരുന്ന് നിങ്ങളുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് പ്രയോജനം എന്താണ്? ഇനി കൂടുതൽ പ്രയോജനം ആത്മരൂപി നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതാണ്. അത്രയും പ്രയോജനം ഞാൻ ശരീരത്തിൽ ജീവിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. ദ പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ജീസസ് ലിവിങ് ഇൻ ദ ബോഡി ഫോം, ഇത് തമ്മിൽ ആലോചിക്കുമ്പോൾ എപ്പോഴും മനുഷ്യവർഗത്തിന് പ്രയോജനം ഉണ്ടാകുന്ന എന്താണ്? ദ ഹോളി സ്പിരിറ്റ് ലിവ്സ് ഇൻസൈഡ് റാദർ ദാൻ ജീസസ് ഈസ് വാക്കിംഗ് വിത്ത്. നമുക്ക് പലപ്പോഴും നമ്മൾ ചിന്തിക്കും, അയ്യോ കർത്താവ് നടക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചാലും നമുക്ക് എത്ര നല്ലതായിരുന്നു, ഇല്ലേ? ഒത്തിരി കാര്യങ്ങൾ ഈ യേശു കർത്താവ് പോകുന്നത് കൂടുതൽ പ്രയോജനപ്പെടുമെന്ന് പറയാൻ പല കാരണങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ പല കാര്യങ്ങൾ ഞാൻ പറയാം, 1-2 കാര്യങ്ങൾ പറയാം. ഒന്ന്, ജീസസ് വാസ് എ റബി. കർത്താവ് ഒരു ഉപദേശകനായിരുന്നു. ശിഷ്യന്മാർക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം, ആവശ്യമുള്ളപ്പോഴെന്നല്ല, ശിഷ്യന്മാർക്ക് ആവശ്യമുള്ള മിക്കവാറും എല്ലാ കാര്യങ്ങളും കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ഇവരുടെ ഒരു പ്രശ്നമുണ്ട്, ദേ വർ സ്ലോ ടു അണ്ടർസ്റ്റാൻഡ്. കർത്താവ് എല്ലാം പഠിപ്പിക്കാൻ നോക്കിയെങ്കിലും ഇവര് കർത്താവിന്റെ അസെൻഷന്റെ സമയം വരെയും കർത്താവ് ഉദ്ദേശിച്ച നിലയിൽ കാര്യങ്ങളൊന്നും പഠിച്ചിട്ട് ദേ വർ സ്ലോ ടു അണ്ടർസ്റ്റാൻഡ്. കർത്താവ് ക്രൂശിക്കപ്പെട്ടതിന് ശേഷം ഉയിർത്തെഴുന്നേറ്റ് എമ്മൗസിലേക്ക് പോകുമ്പോൾ ശിഷ്യന്മാരുടെ കൂടെ 2 ശിഷ്യന്മാർ എമ്മൗസിലേക്ക് പോകുമായിരുന്നു. അവരോട് നടക്കുമ്പോൾ പോലും എന്താണ് കർത്താവ് ചോദിക്കുന്നത്? അല്ലയോ ബുദ്ധിഹീനരേ, പ്രവാചകന്മാർ പറയുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, നിങ്ങൾക്ക് ഇത്രയും നാളായിട്ടും തിരിച്ചറിയത്തില്ലയോ? എന്ന് വെച്ചാൽ എന്താ? 3.5 കൊല്ലം കൂടെ നടന്നിട്ടും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല യേശു കർത്താവ് കഷ്ടം അനുഭവിച്ചതിന് ശേഷമാണ് മരിക്കേണ്ടതെന്നുള്ളത് മനസ്സിലായിട്ടില്ല. അപ്പം 3.5 വർഷം കൂടെ നടന്നിട്ടും അവർക്ക് കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല? അവരെ ഈ കാര്യം പഠിപ്പിക്കാനായിട്ട് പറ്റിയില്ല, അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല. പഠിപ്പിൻ്റെ പ്രശ്നമല്ല, സ്വീകരിക്കുന്നതിൻ്റെ പ്രശ്നമാണ് അല്ലേ? അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു കഥ നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ. 3 വയസ്സുള്ള കൊച്ച് വിമാനം എന്തുകൊണ്ടാണ് മോളിൽ കൂടെ പറക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിൻ്റെ ഫിസിക്സ് പറഞ്ഞു കൊടുക്കാൻ അറിയാമെങ്കിലും 3 വയസ്സുള്ള കൊച്ചിന് എൻ്റെ ഫിസിക്സ് മനസ്സിലാകത്തില്ല. കൊച്ചു നോക്കുമ്പം എന്താണ് വിമാനം മുകളിലൂടെ പറക്കുന്നു, അത് പറഞ്ഞു കൊടുക്കാൻ എനിക്കറിയാൻ വയ്യാഞ്ഞൊന്നും അതിന് ആൻസർ ഇല്ലെന്നുള്ളതല്ല അതിൻ്റെ പ്രശ്നം. എന്താണ്? അത് സ്വീകരിക്കത്തക്ക രീതിയിലുള്ള കപ്പാസിറ്റി അവർക്ക് ഇല്ല എന്നുള്ളതാണ്. അയ്യോ ബുദ്ധിഹീനരെ, മന്ദബുദ്ധികളെ, സ്ലോ ടു അണ്ടർസ്റ്റാൻഡ്. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോഴും അവിടെ ഓരോ സ്ഥലത്തും 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു പറയുകയാണ്, നിങ്ങൾക്ക് എന്നെ അറിയാമെങ്കിൽ പിതാവിനെയും അറിയാം. ഉടനെ ഫിലിപ്പോസ് എന്താ പറയുന്നത് 8-ാം വാക്യത്തിൽ? കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി. ഉടനെ കർത്താവ് തിരിച്ചു ചോദിക്കുന്നത്, എടാ ഇത്ര കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നിങ്ങൾ എന്നെ അറിയുന്നില്ലയോ? 3.5 കൊല്ലം കൂടെ ഇരുന്നിട്ടും ഫിലിപ്പോസ് കൂടെയാണ്, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി. നോക്കുക, ഇതുവരെയും പിതാവും യേശുവും ഒന്നാണെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ആർക്ക് കഴിഞ്ഞിട്ടില്ല? ശിഷ്യന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ദേ വർ സ്ലോ ടു അണ്ടർസ്റ്റാൻഡ്. അതിനാൽ യേശു പോയി കഴിഞ്ഞാലും പരിശുദ്ധാത്മാവ് വന്ന് ദൈവിക സത്യങ്ങളിലേക്ക് ശിഷ്യന്മാരെ വഴി നടത്തേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഈവൻ ദോ ഐ ലീവ് ഐ വിൽ സെൻഡ് അനദർ കംഫർട്ടർ ഓർ എ കൗൺസിലർ. നമുക്ക് പിന്നീട് കൗൺസിലർ എന്നുള്ള വാക്ക്, അല്ലെങ്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന കാരിയസ് എന്നുള്ള വാക്കിന്റെ അർത്ഥതലങ്ങളെക്കുറിച്ച് നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. അത് വിൽ സ്റ്റഡി ലേറ്റർ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾ കഴിയാത്തത് ബിക്കോസ് നിങ്ങളുടെ മനസ്സുമായിട്ടാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പരിശ്രമിക്കുന്നത്. കർത്താവ് പറയാണ്, ഐ ട്രൈ ടു കമ്മ്യൂണിക്കേറ്റ് ഇറ്റ്
യുവർ മൈൻഡ്. സോ ഐ സ്പീക്ക് ആൻഡ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? തിരിച്ചറിയുന്നില്ല. കാര്യം നിങ്ങൾക്ക് അത്രയ്ക്കുള്ള ബുദ്ധിയൊക്കെ ഉള്ളൂ. യു ആർ വെരി സ്ലോ ടു അണ്ടർസ്റ്റാൻഡ്. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന കാര്യത്തിൽ വരുമ്പോൾ അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. സകല സത്യത്തിലേക്കും. കാരണം പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് ആത്മതലത്തിലാണ്. യേശു കർത്താവ് ഭൂമിയിൽ ജീവിച്ചപ്പോൾ പോലും അവരോട് എങ്ങനെ സംസാരിക്കുന്നത്? അവരുടെ തലയോടാണ് ബേസിക്കലി സംസാരിക്കുന്നത്. വാക്കുകൾ പറഞ്ഞു മനസ്സിലാക്കുന്നത് എവിടെയാണ്? അവരുടെ മനസ്സിന്റെ തലത്തിൽ, മൈൻഡിന്റെ തലത്തിലാണ്. മൈൻഡിന്റെ തലത്തിൽ മനസ്സിലാക്കാൻ ഇവർക്ക് വേണ്ടത്ര ബുദ്ധി ഇല്ല. കർത്താവ് പറയാണ്, ഞാൻ പോകുന്നതാണ് പ്രയോജനം. പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ്? ഈ തലയെ കൂടെ കയറ്റി ഇറക്കുന്നതിന് പകരം പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? ഹി വിൽ ഡയറക്ട്ലി സ്പീക്ക് ടു യുവർ ഹാർട്ട് ആൻഡ് ഈവൻ ദ സ്പിരിറ്റ് ആൻഡ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ ട്രൂത്ത്, ഓൾ ദ ട്രൂത്ത്. അല്ലേ? ഓൾ ദ ട്രൂത്ത്. പരിശുദ്ധാത്മാവ് കാര്യത്തിൽ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. ഞാൻ ഈ പ്രസംഗിക്കുന്നത് പോലെ പ്രസംഗം കേൾക്കുമ്പോൾ മാത്രമല്ല, ഞാൻ സംസാരിക്കുമ്പോൾ സംസാരം കേൾക്കുന്നത് മാത്രമല്ല, അവൻ നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെല്ലായിടത്തും നിങ്ങളുടെ കൂടെ നടന്ന് അവൻ എന്ത് ചെയ്തോളും? ഇത് പഠിപ്പിച്ചോളും. യേശുവിൻ്റെ ശിഷ്യന്മാരും യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ കൂടെ നടക്കുമ്പോഴേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യേശുവിൻ്റെ വാക്കുകൾ അവർക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ കർത്താവ് പറയാണ്, ഞാൻ പോകുന്നതാണ് പ്രയോജനം. പോയി കഴിഞ്ഞാൽ ആത്മാവ് വരും. ആത്മാവ് വന്നു കഴിഞ്ഞാൽ എന്താണ്? കുറെ കൂടി ആഴത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്ന് നിങ്ങളുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കും. കർത്താവ് അത് യോഹന്നാൻ 15-ാം അധ്യായത്തിൽ പറയുന്ന ഭാഗം അതാണ്. കർത്താവ് പറയുന്നത് അറിയാമോ? കർത്താവ് പറയുന്നത്, ഇനിയും നിങ്ങളോട് വളരെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, എന്നാലും ഇപ്പോൾ നിങ്ങൾക്ക് വഹിപ്പാൻ കഴിയില്ല. യു കനോട്ട് ബെയർ ഇറ്റ്. കർത്താവിനെ അവിടെ മനസ്സിലായി, അല്ലെങ്കിൽ അറിയാം. കർത്താവ് പറയാണ്, യു കനോട്ട് ബെയർ ഇറ്റ്. ബട്ട് എന്താണ്? പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പോൾ യേശു കർത്താവ് ജഡരൂപത്തിൽ വസിക്കുന്നതിനേക്കാൾ ശിഷ്യന്മാർക്ക് പ്രയോജനപ്രദമാകുന്നത് ആരാണ്? പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതാണ്. 2, ജഡത്തിൽ വസിച്ച യേശു സ്ഥലകാല പരിമിതിയുള്ള വ്യക്തിയാണ്. അവൻ ഒരു സമയത്ത് പലയിടത്ത് പ്രത്യക്ഷപ്പെടാനൊന്നും അവൻ്റെ മാനുഷിക നിലയിൽ ശക്തിയുണ്ടോ ഇല്ലെന്നുള്ളതല്ല. അവനെ തന്നെ പരിമിതപ്പെടുത്തി. ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യവും ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ രണ്ടാണ്. ദൈവത്തിന് ചെയ്യാൻ കഴിയാത്തൊന്നുമില്ല, പക്ഷേ ദൈവം നോർമലി ചെയ്യാത്ത കാര്യങ്ങളുണ്ട്. അവനെ തന്നെ പരിമിതപ്പെടുത്തിക്കൊണ്ടാണ് ജഡത്തിൽ വസിച്ചത്. ജഡത്തിലേക്ക് വരാൻ, അല്ലെങ്കിൽ ലോകത്തിലേക്ക് വരാൻ തീരുമാനിച്ചപ്പോൾ ആദ്യം തന്നെ അവൻ ചെയ്തതെന്നറിയാമോ? അവൻ തൻ്റെ ദൈവികതയെ ഉരിഞ്ഞു വെച്ചു എന്നുള്ളതാണ്. ഫിലിപ്പിയിലേഖനത്തിൽ നമ്മൾ കാണുന്നതാണ്. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു, വേഷത്തിൽ മനുഷ്യനായി, തന്നെത്താൻ താഴ്ത്തി. അപ്പോൾ ഹി എംറ്റീഡ് ഹിംസെൽഫ് എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ഹി എംറ്റീഡ് ഹിംസെൽഫ്. കെനോസിസ് എന്ന് പറയുന്നൊരു വാക്ക്. എംറ്റീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ശൂന്യനാക്കിയെന്നാണ്, അല്ലാതെ താഴ്ത്തി എന്നുള്ളതിനേക്കാളും അവിടെ എഴുതിയിരിക്കുന്നതാണ് ശൂന്യനാക്കി. അപ്പോൾ യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ മനഃപൂർവ്വമായി അവൻ ശരീരത്തിൻ്റെ പരിമിതികളെ സ്വീകരിക്കുകയായിരുന്നു. അല്ലാതെ അവൻ ദൈവമല്ലാതായിത്തീരുകയല്ല. അവൻ ദൈവമല്ലാതായിത്തീരുകയല്ല. എന്താണ്? അവൻ ആ പരിമിതിയെ സ്വീകരിക്കുകയായിരുന്നു. അവൻ ചെയ്യാൻ കഴിയുന്ന ഒത്തിരി. നമ്മളിപ്പം ചിലപ്പോൾ നമ്മളുടെ പിള്ളേർ നമ്മളുമായിട്ട് റെസിൽ ചെയ്യാനൊക്കെ വരുമല്ലോ. റെസിൽ ചെയ്യാൻ വരുമ്പോഴത്തേക്ക് സംടൈംസ് വാട്ട് ഡു വി സേ ഡു, നമ്മൾ എന്ത് ചെയ്യും? പിള്ളേർ നമ്മളെ ഇടിക്കാനൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ഒരൊറ്റ തട്ട് കൊടുത്തു കഴിഞ്ഞാൽ തെറിച്ച് പോകത്തില്ലയോ? പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നമ്മളെ തന്നെ പരിമിതപ്പെടുത്തുന്നു. ബോധപൂർവമായിട്ട് നമ്മൾ പരിമിതപ്പെടുത്തുന്നു. അപ്പോൾ യേശു കർത്താവ് ജഡത്തിൽ വസിച്ച സമയത്ത് അവൻ സ്ഥലകാല പരിമിതി അവൻ സൂക്ഷിച്ചു. അതവന് എന്താണ്? അവൻ്റെ നിയമത്തിൻ്റെ, അല്ലെങ്കിൽ അവൻ്റെ കവനന്റിൻ്റെ, അല്ലെങ്കിൽ അവൻ്റെ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത് അവൻ സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശ്യനായി തീരേണ്ടത് ആവശ്യമായിരുന്നു.